എവ്രിവൺ, ഇൻഫോടെക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇപ്പോൾ ഉടൻ തന്നെ ഇഗ്നോ യൂണിവേഴ്സിറ്റി, ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാനുള്ള അവസാന തീയതി വരുന്നത് 2024 ഒക്ടോബർ 30 വരെയാണ്. ലാസ്റ്റ് വരെ ഉണ്ടായിരിക്കും. ഒക്ടോബർ 30 വരെയാണെങ്കിൽ മേ ബി ഒരു നവംബർ 15-30 വരെയൊക്കെ എക്സ്റ്റെൻഡ് ചെയ്ത് പോകാനും സാധ്യതയുണ്ട്. അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാനുള്ള സ്റ്റുഡൻസ് ലാസ്റ്റ് ഡേറ്റിന് മുൻപായിട്ട് നിങ്ങളുടെ സ്റ്റഡി സെന്റർ മുഖേന അസൈൻമെന്റ് നേരിട്ട് സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. ഓക്കെ, അപ്പോൾ ഈ അസൈൻമെന്റ് ഈ ഒരു ഡേറ്റ് ആവുന്ന ഈ ഒരു സ്ഥിതിക്ക് പലർക്കും ഡൗട്ട് ഉണ്ടാവും, ആരൊക്കെയാണ് ഈ ഒരു സമയത്ത് അസൈൻമെന്റ് വെക്കേണ്ടത് എന്നുള്ളത്. ആർക്കൊക്കെ ഈ 2024 സെപ്റ്റംബർ ടു നവംബർ ഈ ഒരു സമയത്ത് അസൈൻമെന്റ് വെക്കേണ്ടതായിട്ടുണ്ട്, ഏതൊക്കെ സെക്ഷൻ സ്റ്റുഡൻസ് വെക്കണം എന്നാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. ആദ്യം തന്നെ വരുന്ന ഷെഡ്യൂൾ ആരുടെയാണ്? 2024 ജൂലൈ സെക്ഷനിൽ സെമസ്റ്റർ വൈസ് പ്രോഗ്രാംസ് എടുത്തിട്ടുള്ള എല്ലാ കുട്ടികളും നിർബന്ധമായിട്ടും ഈ ഒരു ഒക്ടോബർ സമയത്ത് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. അതായത് 2024 ജൂലൈ സെക്ഷനിൽ MBA, MCOM, BCA, MCA ഇങ്ങനെയുള്ള സെം വൈസ് പ്രോഗ്രാംസ് എടുത്തിട്ടുള്ള എല്ലാ കുട്ടികളും ഈ ഒരു സെക്ഷനിൽ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. ഇനി രണ്ടാമത്തെ കാറ്റഗറി 2024 ജനുവരി സെക്ഷനിൽ ഇയർ വൈസ് പ്രോഗ്രാംസ്, ഇയർ വൈസും സെം വൈസും പ്രോഗ്രാംസ് എടുത്തിട്ടുള്ള എല്ലാ കുട്ടികളും ഈ ഒരു ഒക്ടോബർ 2024 സമയത്ത് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. ഇയർ വൈസ് എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്? BA ഇംഗ്ലീഷോ, MA ഇംഗ്ലീഷോ, BCOMോ അങ്ങനെയുള്ള ഇയർ വൈസ് പാറ്റേണിൽ വരുന്ന എല്ലാ സ്റ്റുഡൻസും 2024 ജനുവരി സെക്ഷനിലാണ് അഡ്മിഷൻ എടുത്തിട്ടുള്ളതെങ്കിൽ ഈ ഒക്ടോബറിൽ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. രണ്ടാമത് വരുന്ന കാറ്റഗറി സ്റ്റുഡൻസ് ആരൊക്കെയാണ്? നിങ്ങൾക്ക് ഈ ഒരു 2024 മെയ് സമയത്ത് അസൈൻമെന്റ് വയ്ക്കേണ്ടതായിരുന്നു, ഏപ്രിൽ മെയ് ടൈമിൽ അസൈൻമെന്റ് വയ്ക്കേണ്ടതായിരുന്നു. പക്ഷെ എന്തെങ്കിലും സാഹചര്യത്തിൽ നിങ്ങൾക്ക് കഴിഞ്ഞ സെക്ഷനിൽ അസൈൻമെന്റ് വയ്ക്കാൻ സാധിച്ചില്ല, അങ്ങനെയുള്ള സ്റ്റുഡൻസിന് ഇപ്പോൾ അസൈൻമെന്റ് വെക്കാൻ പറ്റുമെങ്കിൽ ഈ ഒരു ഒക്ടോബർ സമയത്ത് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. ഇനി നാലാമത്തെ കാറ്റഗറി മെയ് മാസം അല്ലെങ്കിൽ അതിനു മുന്നേ ഉള്ള ഏതെങ്കിലും സെക്ഷനിൽ അസൈൻമെന്റ് വച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ അസൈൻമെന്റിന് നിങ്ങൾ ഫെയിലായി പോയി. അപ്പോൾ നിങ്ങൾക്ക് റീസബ്മിറ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ആ സ്റ്റുഡൻസിനും ഈ 2024 ഒക്ടോബർ ഈ ഒരു സെപ്റ്റംബർ ടു ഒക്ടോബർ മന്തിൽ അസൈൻമെന്റ് നേരിട്ട് സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. അസൈൻമെന്റ് ഒക്കെ എല്ലാവരും പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയിട്ടുണ്ടാവും. യൂണിവേഴ്സിറ്റിയുടെ അപ്ഡേറ്റ്സ്, അസൈൻമെന്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ അറിയാനും നോട്ടിഫിക്കേഷൻസ് ഒക്കെ അറിയാനായിട്ട് ഇൻഫോടെക്കിന്റെ പ്രോഗ്രാം വൈസ് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ടില്ലാത്ത സ്റ്റുഡൻസിന് ഇപ്പം തന്നെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് വീഡിയോയിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് മുഖേന ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ അസൈൻമെന്റ് എഴുതുന്ന സമയത്ത് നിങ്ങൾക്ക് ആൻസേഴ്സിന്റെ കാര്യങ്ങളൊക്കെ ഡൗട്ട് ഉണ്ട്, എന്താണ് ഇതിന്റെ ആൻസർ എന്നുള്ള സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സോൾവഡ് അസൈൻമെന്റ്സ് ഞങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആണ്. സോൾവഡ് അസൈൻമെന്റ്സ് എന്ന് പറയുമ്പോൾ അസൈൻമെന്റിന്റെ PDF ആണ്. ഓക്കെ, അപ്പോൾ സോൾവഡ് അസൈൻമെന്റ്സ് പർച്ചേസ് ചെയ്യാനുള്ള താല്പര്യമുള്ള കുട്ടികൾക്ക് ഇതേ നമ്പറിൽ വാട്സ്ആപ്പ് മുഖേന ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓൾസോ ഹാൻഡ് റിട്ടൺ അസൈൻമെന്റ്സ് ഒക്കെ അവൈലബിൾ ആണ്. വീഡിയോ യൂസ്ഫുൾ ആയെന്ന് പ്രതീക്ഷിക്കുന്നു. യൂസ്ഫുൾ ആയെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ഗുഡ് ബൈ.